ഹായ് എവ്രി വൺ, നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫിസിക്സിലെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും ഈ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഓക്കെ. ഹായ്, ഈ പൂന്തോട്ടം എത്ര മനോഹരമാണ്! ഒരേ പ്രകാശത്തിലാണല്ലോ ഈ പൂക്കളെയൊക്കെ കാണുന്നത്. എന്നിട്ടും ഇവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും? പൂക്കളിലെല്ലാം ഒരേ പ്രകാശമാണ് പതിക്കുന്നതെങ്കിലും അവ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം. ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് നോക്കൂ. ഇവിടെ പ്രകാശപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിച്ചല്ലോ. പ്രകാശത്തിൻ്റെ ദിശാ വ്യതിയാനത്തിന് എന്തായിരിക്കും കാരണം? പ്രിസത്തിൻ്റെ ഏതൊക്കെ പ്രതലത്തിൽ വെച്ചാണ് പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും അപവർത്തനത്തിന് കാരണം പ്രകാശരശ്മിക്ക് പ്രിസത്തിൻ്റെ പാത ഭാഗത്തേക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തിന് പകരം സൂര്യപ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ട് നോക്കിയാലോ? സമതല ദർപ്പണം ഉപയോഗിച്ച് സൂര്യപ്രകാശം മുറിയുടെ വെളുത്ത നിറമുള്ള ചുമരിൽ പതിപ്പിക്കുക. നേരിയ പ്രകാശബീം മാത്രം കടന്നു പോകത്തക്ക രീതിയിൽ പ്രകാശപാതയിൽ നേരിയ വിടവ് ക്രമീകരിക്കുക. ചുമരിൽ ഒരു വെളുത്ത പ്രകാശഖണ്ഡം കാണാമല്ലോ. വിടവിലൂടെ കടന്നു വരുന്ന പ്രകാശബീം ഒരു വശത്ത് ചരിഞ്ഞ് പതിക്കത്തക്ക രീതിയിൽ ഒരു പ്രിസം ക്രമീകരിക്കൂ. സൂര്യപ്രകാശം വിവിധ വർണ്ണങ്ങളിലായി വേർപിരിയുന്നത് കണ്ടല്ലോ. നിങ്ങൾ കാണുന്ന വർണ്ണങ്ങൾ സെൻസ്ഡ് അറേയിൽ വ്യതിയാനം കുറയുന്ന ക്രമത്തിൽ രേഖപ്പെടുത്തൂ. ഘടകവർണ്ണങ്ങൾ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, വിബ്ജിയോർ എന്ന ക്രമത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി അഥവാ സ്പെക്ട്രം എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് സ്പെക്ട്രം അഥവാ വർണ്ണരാജി എന്ന് പറഞ്ഞാൽ ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നത് ചിത്രം 3.4 നൽകിയിരിക്കുന്ന നിരീക്ഷിക്കൂ. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും? പ്രകാശരശ്മി പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനം കാരണം പ്രിസത്തിൻ്റെ 2 വശങ്ങളിലും വെച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഈ ദിശാവ്യതിയാനം എല്ലാ വർണ്ണങ്ങൾക്കും ഒരുപോലെ ആയിരിക്കുമോ? പ്രകാശവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വയലറ്റ് ഏകദേശം തരംഗദൈർഘ്യമാണ് കൊടുത്തിരിക്കുന്നത് നാനോമീറ്റർ. വയലറ്റിൻ്റെ തരംഗദൈർഘ്യം 380-നും 440-നും ഇടയിലാണ്. ഇൻഡിഗോ 440-നും 460-നും ഇടയിൽ, നീല 460-നും 500-നും ഇടയിൽ, പച്ച 500, 570, മഞ്ഞ 570, 590, ഓറഞ്ച് 590, 620, ചുവപ്പ് 620, 750. ഇങ്ങനെ 380 മുതൽ 750 വരെയാണ് നമ്മുടെ തരംഗദൈർഘ്യം. ഓക്കെ, പ്രകാശവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏത് നിറത്തിനാണ് തരംഗദൈർഘ്യം കുറവുള്ളത്? വയലറ്റ്. തരംഗദൈർഘ്യം കൂടിയത് ഏതാണ്? റെഡ് ആണ് അല്ലേ? പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് വർണ്ണത്തിനാണ് കൂടുതൽ വ്യതിയാനം സംഭവിച്ചത്? ഏതിനായിരിക്കും തരംഗദൈർഘ്യം കൂടിയ വർണ്ണത്തിന്? വർണ്ണങ്ങളുടെ ദിശാവ്യതിയാനം വ്യത്യസ്തമാവാൻ എന്തായിരിക്കും കാരണം? പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം എപ്രകാരമാണ് മാറുന്നത്? പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തിനെയും പ്രകാശവർണ്ണത്തിൻ്റെ തരംഗദൈർഘ്യത്തിനെയും ആശ്രയിച്ചിരിക്കും. പ്രകാശം ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിസത്തിൻ്റെ 2 അപവർത്തന ഫലങ്ങളിലും വെച്ച് പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നു. അപ്പോൾ ഓരോ വർണ്ണത്തിനും ഉണ്ടാകുന്ന ദിശാവ്യതിയാനത്തിൻ്റെ തോത് പ്രകാശവർണ്ണത്തിൻ്റെ തരംഗദൈർഘ്യമനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് കുറഞ്ഞ വ്യതിയാനം ഉണ്ടാകുന്നു. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ആർക്കാന്ന് നമ്മൾ പറഞ്ഞു? ചുവപ്പ്. അപ്പോൾ ഈ ചുവപ്പിന് എന്തായിരിക്കും?
വ്യതിയാനം കുറവായിരിക്കും. ഓക്കെ, തരംഗദൈർഘ്യം കുറവുള്ള വയലറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത്. മറ്റു വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം ചുവപ്പിനും വയലറ്റിനും ഇടയിലായതിനാൽ ആനുപാതികമായി വ്യതിയാനം സംഭവിച്ച് ചുവപ്പിനും വയലറ്റിനും ഇടയിലായിട്ട് ക്രമീകരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ സമതല ദർപ്പണം പരന്ന പാത്രത്തിലെ ജലത്തിൽ ചരിച്ചു വയ്ക്കുക. സൂര്യപ്രകാശം പ്രതിപതിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കൂ. എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം അഥവാ കോമ്പോസിറ്റ് ലൈറ്റ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതിനെയാണ് നമ്മൾ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശത്തിനെ നമ്മൾ സമന്വിത പ്രകാശം എന്ന് വിളിക്കും. ഈ സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിന് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. നമുക്ക് മഴവില്ലിനെ കുറിച്ച് നോക്കാം, അഥവാ റെയിൻബോ. മഴവില്ല് നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. കൃത്രിമമായി മഴവില്ല് ഉണ്ടാക്കാൻ കഴിയുമോ? നല്ല സൂര്യപ്രകാശമുള്ളപ്പോൾ സൂര്യൻ്റെ എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? കൃത്രിമമായി മഴവില്ലുണ്ടാക്കാൻ സാധിച്ചല്ലോ. ലഭിച്ച വർണ്ണരാജിയെ മഴവില്ലിലെ വർണ്ണങ്ങളുമായി താരതമ്യം ചെയ്യൂ. ഏതൊക്കെ വർണ്ണങ്ങളെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ആകാശത്ത് മഴവില്ലുണ്ടാകുന്നത് എങ്ങനെയായിരിക്കും? ജലകണികകളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് എവിടെയൊക്കെ വെച്ചാണ് അപവർത്തനം സംഭവിക്കുന്നത്? അപവർത്തനം സംഭവിക്കുന്ന പ്രകാശരശ്മിക്ക് ജലകണികയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ജലകണികയിലേക്ക് കടന്നുപോയി പുറത്തേക്ക് വരുന്ന സൂര്യപ്രകാശ രശ്മി 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തരിക പ്രതിപതനത്തിനും വിധേയമാകും. പ്രകൃതിയിലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇത്തരം അപവർത്തനത്തിൻ്റെയും പ്രകീർണനത്തിൻ്റെയും ആന്തര പ്രതിപതനത്തിൻ്റെയും സമന്വിത ഫലമായിട്ടാണ് മഴവില്ലുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മഴവില്ലുണ്ടാകുന്നത്? 2 പ്രാവശ്യം അപവർത്തനം സംഭവിക്കുന്നുണ്ട്, പിന്നെ കൂടാതെ 1 പ്രാവശ്യം ആന്തര പ്രതിപതനവും സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശം ഈ ജലകണികയിലേക്ക് കടന്നു പോകും. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? മഴവില്ല് കാണുന്നത്. പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിടുന്ന പരീക്ഷണത്തിൽ ഘടകവർണ്ണങ്ങളുടെ പാതയിൽ മറ്റൊരു സമാന പ്രിസം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിച്ചു നോക്കൂ. ചുമരിൽ ലഭിക്കുന്നത് ഏതുതരം പ്രകാശമായിരിക്കും? എന്തായിരിക്കും ഇതിനു കാരണം? വൈറ്റ് പ്രകാശമായിരിക്കും ലഭിച്ചത്. ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന പ്രകാശവർണ്ണങ്ങൾക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് വിപരീത ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ടാണ് വർണ്ണങ്ങൾ സംയോജിക്കും. എല്ലാ വർണ്ണങ്ങളും സംയോജിച്ച് ചുമരിൽ ധവളപ്രകാശം ലഭിക്കും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തെക്കുറിച്ചിട്ടാണ്. നമുക്ക് നോക്കാം. സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടാറുണ്ടല്ലോ. സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കുന്നത് ഗുണകരമാണെങ്കിലും അമിതമായ ശരീരത്തിൽ പതിക്കുന്നത് ഹാനികരമാണ്. എന്തായിരിക്കാം ഇതിന് കാരണം? സൂര്യരശ്മികളിൽ ധവളപ്രകാശത്തെ കൂടാതെ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഇവ അടങ്ങിയിട്ടുണ്ട്. സൂര്യരശ്മിയിൽ എന്തൊക്കെ ഉണ്ട്? ഇൻഫ്രാറെഡും UV റൈസും ഒക്കെ ഉണ്ട്. സൂര്യരശ്മികളിലെ താപത്തിന് കാരണം പ്രധാനമായും എന്താണ്? ചൂടിന് കാരണം ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ്. ചിത്രം 2.2 കാണിച്ചിരിക്കുന്ന പ്രവർത്തനത്തിൽ ലെൻസ് ഉപയോഗിച്ച് കടലാസ് കത്തിക്കുന്നു. കടലാസ് കത്താൻ കാരണം ഇൻഫ്രാറെഡ് വികിരണങ്ങൾ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണങ്ങളാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്? UV റൈസ് ആണ്. സൗരവികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ശരാശരി 15 കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഭൂമിയിലെത്തുന്നത്. ഇവ വായുവിലൂടെ സഞ്ചരിക്കുന്ന ദൂരം ശൂന്യതയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ഇവ ശൂന്യതയിലൂടെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. ഇത്തരത്തിൽ ഉള്ള വികിരണങ്ങളാണ് വൈദ്യുത കാന്തിക വികിരണങ്ങൾ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്.
ചിത്രം 3.10 നിരീക്ഷിക്കൂ. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ അടങ്ങിയ തരംഗങ്ങൾ ഏതൊക്കെയാണ്? ഇവ തരംഗദൈർഘ്യത്തിൻ്റെ ആരോഹണക്രമത്തിൽ ലിസ്റ്റ് ചെയ്യൂ. ദൃശ്യപ്രകാശം എന്ന് പറയുന്നത് നമുക്കറിയാം 400 നാനോമീറ്ററിൻ്റെ 700 നാനോമീറ്ററിൻ്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, അതിൽ 400 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവാണ്, അപ്പോൾ അതിന് ഉയർന്ന ഊർജ്ജമുണ്ട്. ഓക്കെ, 700 നാനോമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ തരംഗദൈർഘ്യം വളരെ കൂടുതലാണ്, എന്നപ്പോൾ അതിന് താഴ്ന്ന ഊർജ്ജമാണ്. ഊർജ്ജവും തരംഗദൈർഘ്യവും ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. ഊർജ്ജം കൂടുന്ന സമയത്ത് തരംഗദൈർഘ്യം കുറവാണ് വരുന്നത്. അപ്പോൾ ഗാമ, എക്സ്റേ, അൾട്രാവയലറ്റ്, പിന്നെ വിസിബിൾ റേസ് അതായത് ദൃശ്യപ്രകാശം, പിന്നെ ഇൻഫ്രാറെഡ്, റേഡിയോ തരംഗങ്ങൾ, ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അഥവാ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ വരുന്നത്. ഓക്കെ, തരംഗങ്ങൾ വരുന്നതിൻ്റെ ഓർഡർ ഇതാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിൽ, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണേ. ആദ്യം ഗാമ വരും, പിന്നെ എക്സ്റേസ്, പിന്നെ UV, അതിനുശേഷം വിസിബിൾ ദൃശ്യപ്രകാശം, പിന്നീട് വരുന്നത് ഏതാണ്? ഇൻഫ്രാറെഡ്, റേഡിയോ തരംഗങ്ങൾ. ഈ ഓർഡർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഗാമ കഴിഞ്ഞാൽ എക്സ്റേ കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് കഴിഞ്ഞാൽ വിസിബിൾ കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ്, റേഡിയോ തരംഗങ്ങൾ. വിസിബിളിൻ്റെ അപ്പുറം എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പുറം UV വരും, ഇപ്പുറം ഇൻഫ്രാറെഡ് വരും. ഇൻഫ്രാറെഡ് കഴിഞ്ഞാൽ പിന്നെ റേഡിയോ തരംഗം മാത്രമേ വരാനുള്ളൂ. ബാക്കിലേക്ക് പോകുന്ന നേരം UVക്ക് അപ്പുറം എക്സ്റേ ഉണ്ട്, ഗാമ ഉണ്ട്. ഇത്രയും ഓർത്ത് വെക്കുക. ഈ ഓർഡർ ചോദിച്ചിട്ടുണ്ട് കുറേ പരീക്ഷയ്ക്ക്, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇനി പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും. പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും. വൃത്താകൃതിയിലുള്ള ഒരു തകിടിൽ 120 ഡിഗ്രി കോണുകളിൽ ചുവപ്പ്, പച്ച, നീല എന്നീ പ്രകാശവർണ്ണങ്ങൾ പുറപ്പെടുവിക്കുന്ന LED ക്രമീകരിക്കൂ. LEDകളിൽ നിന്നുള്ള പ്രകാശം ഒരു PVC പൈപ്പിലൂടെ കടത്തിവിട്ട് സ്ക്രീനിൽ പതിപ്പിക്കുക. ചുവപ്പ്, പച്ച, നീല വർണ്ണങ്ങൾ പരസ്പരം അതിവ്യാപനം ചെയ്യിപ്പിക്കുക. അതിവ്യാപനം ചെയ്യുന്ന വർണ്ണങ്ങൾ ചുവപ്പും പച്ചയും ജോയിൻ ചെയ്താൽ എന്ത് നമുക്ക് കിട്ടും? മഞ്ഞ ലഭിക്കും. ചുവപ്പും പച്ചയും. ചുവപ്പ്, പച്ചയും നീലയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലഭിക്കും. നീലയും പച്ചയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് സയൻ എന്ന് പറയുന്ന നിറം കിട്ടും. ചുവപ്പും നീലയും കൂടെ ജോയിൻ ചെയ്താൽ മജന്ത ലഭിക്കും. ഓക്കെ, ചുവപ്പ് പച്ചയും ലഭിച്ചാൽ മഞ്ഞ, ചുവപ്പും നീലയും ജോയിൻ ചെയ്താൽ മജന്ത, പച്ചയും നീലയും ആണെങ്കിൽ സയൻ, പിന്നെ മൂന്നും കൂടി ജോയിൻ ചെയ്താൽ എന്താ ലഭിക്കുന്നത്? വൈറ്റ്. ഒരേ തീവ്രതയിലുള്ള ചുവപ്പ്, നീല, പച്ച എന്നീ വർണ്ണങ്ങൾ ചേരുന്ന ഭാഗത്ത് ധവളപ്രകാശവും ചുവപ്പും പച്ചയും ചേരുന്ന ഭാഗത്ത് മഞ്ഞപ്രകാശവും പച്ചയും നീലയും ചേരുന്ന ഭാഗത്ത് സയനും ചുവപ്പും നീലയും ചേരുന്ന ഭാഗത്ത് മജന്തയും ലഭിക്കുന്നു. ചുവപ്പ്, പച്ച, നീല എന്നിവ ഉപയോഗിച്ച് ധവളപ്രകാശം മാത്രമല്ല മറ്റെല്ലാ വർണ്ണപ്രകാശവും ഉണ്ടാക്കാം. അതിനാൽ ഈ വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കും. ഏതെങ്കിലും രണ്ട് പ്രാഥമിക പ്രകാശവർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശമാണ് ദ്വിതീയ വർണ്ണം അഥവാ സെക്കൻഡറി കളേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നിറങ്ങൾ പറഞ്ഞു. അപ്പോൾ മഞ്ഞപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രാഥമിക വർണ്ണം ഏതായിരിക്കും? ചുവപ്പും പച്ചയായിരിക്കും. ഇല്ലാത്തത് ഏതാണ്? നീലയാണ്. അതുപോലെ ഓരോന്നും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞപ്രകാശം സമന്വിത പ്രകാശമല്ല. അതിനാൽ ചുവപ്പും പച്ചയും നിറത്തിലുള്ള വസ്തുക്കൾ ഈ പ്രകാശത്തിൽ ഇരുണ്ടതായിട്ട് കാണപ്പെടും. ഒരു ദ്വിതീയ വർണ്ണത്തോടുകൂടി ഏത് വർണ്ണം ചേരുമ്പോഴാണ് ധവളപ്രകാശം ലഭിക്കുന്നത് ആ വർണ്ണ ജോഡികളാണ് പൂരക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. എങ്കിൽ പൂരക വർണ്ണത്തെ സംബന്ധിക്കുന്ന പട്ടിക പൂർത്തീകരിക്കും. മഞ്ഞ ദ്വിതീയ വർണ്ണമാണ് അല്ലേ? ചുവപ്പും പച്ചയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂരകവർണ്ണമായിട്ട് വരുന്നത് നീലയാണ്, അതിലില്ലാത്ത നിറം.
മജന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചുവപ്പും ഓറഞ്ചും ചേർന്നിട്ടാണ്. അപ്പോൾ അതിലുള്ള പൂരകവർണ്ണം ഏതായിരിക്കും? പച്ചയായിരിക്കും. സയൻ എന്ന് പറഞ്ഞാൽ പച്ചയും നീലയും ചേർന്നിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഇല്ലാത്തത് ഏതാണ്? ചുവപ്പാണ് പൂരകവർണ്ണം വരുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി നമുക്ക് വർണ്ണങ്ങളും ചായങ്ങളും, കളേഴ്സ് ആൻഡ് ഡൈസ് എന്ന് പറഞ്ഞൊരു കോളുണ്ട്, അത് പഠിച്ചു വെക്കാം. പ്രകാശവർണ്ണങ്ങളിൽ ചുവപ്പ്, പച്ച, നീല, RGB എന്നിവയാണല്ലോ പ്രാഥമിക വർണ്ണങ്ങൾ. എന്നാൽ ചായങ്ങളിൽ സയൻ, മജന്ത, മഞ്ഞ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്നിവയാണ് പ്രാഥമിക ചായങ്ങളായിട്ട് കണക്കാക്കുന്നത്. പ്രകാശവർണ്ണങ്ങളിൽ RGB, റെഡും ഗ്രീനും ബ്ലൂ ഇവയാണ് പ്രാഥമിക വർണ്ണം. എന്നാൽ ചായങ്ങളിൽ CMY ആണ് പ്രാഥമിക ചായമായിട്ട് കരുതുന്നത്. സയൻ, മജന്ത, യെല്ലോ. ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങളുടെയും പ്രാഥമിക ചായങ്ങളുടെയും സംയോജന ഫലം പട്ടികയിൽ നൽകിയിരിക്കുന്നു. പച്ചയും നീലയും ചുവപ്പും കൂടെ ചേർന്നാൽ പ്രകാശവർണ്ണം ധവള കിട്ടും, ധവളപ്രകാശം ലഭിക്കും. നീലയും പച്ചയും ചേർന്നാൽ സയൻ ലഭിക്കും. പച്ചയും ചുവപ്പും ചേർന്നാൽ നമുക്ക് മഞ്ഞ ലഭിക്കും. നീലയും ചുവപ്പും ലഭിച്ചാൽ ജോയിൻ ചെയ്താൽ നമുക്ക് മജന്ത ലഭിക്കും. ഇനി ചായങ്ങൾ അഥവാ ഡൈസിൻ്റെ കേസിലാണെങ്കിൽ സയനും മഞ്ഞയും മജന്തയും കൂടെ ചേർന്നാൽ നമുക്ക് ലഭിക്കുന്ന നിറം എന്തായിരിക്കും? ഇരുണ്ടതാണ്. സയനോട് മഞ്ഞ ചേർന്നാൽ നമുക്ക് പച്ച കളർ ലഭിക്കും. സയനോട് മജന്ത ചേർന്നാൽ നീല കളർ ലഭിക്കും. മഞ്ഞേനോട് മജന്ത കളർ ചേർന്നാൽ എന്ത് ലഭിക്കും? ചുവപ്പ് നിറം ലഭിക്കും. സയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീലയും പച്ചയും ചേർന്നതാണ്. നീലയും പച്ചയും ചേർന്നതാണ്. അതിനോട് മഞ്ഞയും കൂടെ ചേരുന്ന നേരം പച്ചയാണ് ലഭിക്കുന്നത്. സയൻ എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിലും പ്രിൻറ്റിങ്ങിലും പ്രാഥമിക ചായങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രിൻറ്റിങ്ങിൽ അധികമായി കറുപ്പ് ചായവും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷനെ കുറിച്ചാണ്. കത്തുന്ന ചന്ദനത്തിരി വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ അഗ്നിവലയം കാണുമല്ലോ. എന്തുകൊണ്ടായിരിക്കും? കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന പ്രത്യേകത മൂലമാണ് ഇത് സംഭവിക്കുന്നത്. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസത്തെയാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമുക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. 1/16 സെക്കൻഡ് സമയത്തേക്ക് കൂടി നമ്മുടെ കണ്ണിൽ തന്നെ അത് നിൽക്കും ആ ദൃശ്യം. അതുകൊണ്ടാണ് നമുക്ക് വേഗത്തിൽ ചുഴറ്റുന്ന സമയത്ത് അഗ്നിവലയം പോലെയൊക്കെ തോന്നുന്നത്. അടുത്തതായിട്ട് നമുക്ക് ന്യൂട്ടൺസ് ഡിസ്ക് പഠിക്കാനുണ്ട്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് നോക്കാം. സൂര്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ സംയോജിക്കുമ്പോൾ ധവളപ്രകാശം ലഭിക്കും എന്ന് പരീക്ഷണത്തിൽ നിന്ന് വ്യക്തമായി. സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളെ അതേ ക്രമത്തിലും അനുപാതത്തിലും പെയിൻറ് ചെയ്തിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഡിസ്കിനെ, ഇതിനെയാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. വളരെ വേഗത്തിൽ കറക്കുമ്പോൾ എന്ത് നിരീക്ഷിക്കാൻ കഴിയും? ന്യൂട്ടൺസ് കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ ദൃശ്യാനുഭവം കണ്ണിൽ നിന്ന് മായുന്നതിന് മുമ്പായി മറ്റു നിറങ്ങളിൽ നിന്നുള്ള പ്രകാശവും തുടർച്ചയായി പെട്ടെന്നും നമ്മുടെ കണ്ണിലെത്തുകയാണ്. വീക്ഷണ സ്ഥിരത എന്ന പ്രതിഭാസം മൂലം എല്ലാ വർണ്ണങ്ങളും ഒന്നിച്ചു കാണുന്ന പ്രതീതി ഉണ്ടാകുകയും ഡിസ്ക് ഏകദേശം വെള്ള നിറമായി തോന്നുകയും ചെയ്യും. ഓക്കെ, വീക്ഷണ സ്ഥിരതയുമായി ബന്ധപ്പെടുത്തി ഇവിടെ നൽകിയിരിക്കുന്നവ വിശദീകരിക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത മൂലമാണ് ഇങ്ങനെ നമുക്ക് വൈറ്റ് കളറായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞു. ന്യൂട്ടൺസ് കളർ ഡിസ്കിൻ്റെ കേസിലായാലും അതുപോലെ തന്നെ ചന്ദനത്തിരി ചുഴറ്റുന്ന സമയത്ത് അഗ്നിവളയമായി തോന്നുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷനെ കൊണ്ടാണ്. സുതാര്യ വസ്തുക്കളുടെ നിറം. കുട്ടികൾ എങ്ങനെയാണ് പൂക്കളെ നിരീക്ഷിച്ചത്? അവർ ധരിച്ച കണ്ണടയിലെ ഫിൽറ്ററിൻ്റെ നിറം എന്തായിരിക്കും? ഫിൽറ്ററിൽ പതിക്കുന്ന പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ധവളപ്രകാശമാണ് പതിക്കുന്നത്. ഫിൽറ്ററിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് കണ്ണടയാണ് ധരിച്ചെങ്കിൽ ചുവപ്പായിരിക്കുമല്ലേ. അപ്പോൾ ധവളപ്രകാശത്തിലെ ചുവപ്പ് വർണ്ണത്തെയാണ് കടത്തിവിടുന്നത്. ചുവപ്പ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ. പച്ചയാണെങ്കിൽ ധവളപ്രകാശത്തിലെ പച്ച വർണ്ണത്തെയായിരിക്കും കടത്തിവിടുന്നത്. അപ്പം നമുക്ക് പച്ച കളറിലായിട്ട് തോന്നും പൂക്കൾ. നീല ഫിൽറ്ററാണ് ധരിച്ചതെങ്കിൽ അത് നീലപ്രകാശത്തെ കടത്തിവിടും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഫിൽറ്റർ മജന്തയാണിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫിൽറ്ററിൽ പതിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? ചുവപ്പ്.
അപ്പോൾ കടത്തിവിടുന്നത് എന്താണ്? ചുവപ്പിനെ കടത്തിവിടും. നമുക്കടുത്തായിട്ട് ടിൻഡൽ പ്രകാശത്തെക്കുറിച്ച് കൂടി ഒന്ന് നോക്കാം. ചിത്രത്തിലേതുപോലെ 3.21 ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തെ ഒരു ബീക്കറിലെ ചോക്കുപൊടി കലർത്തിയ വെള്ളത്തിലൂടെ കടത്തിവിട്ട് നോക്കൂ. എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? പ്രകാശപാത വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ചോക്കുപൊടി കലർന്ന ജലം സസ്പെൻഷന് ഉദാഹരണമാണെന്ന് അറിയാമല്ലോ. ചോക്കുപൊടി കലർന്ന ജലത്തെയാണ് സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സസ്പെൻഷനിലൂടെ ഈ പ്രകാശം കടന്നു പോകുമ്പോഴുള്ള വിസരണം കാരണം പ്രകാശപാത വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. അതുപോലെ മഞ്ഞുകാലത്ത് ശിഖരങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന പ്രകാശത്തിൻ്റെ പാത വ്യക്തമായി കാണാൻ കഴിയുന്നതും വിസരണം മൂലമാണ്. ഓക്കെ, ഇങ്ങനെ പ്രകാശത്തിൻ്റെ പാത നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? വിസരണം മൂലമാണ്. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതിനാൽ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ഈ പ്രതിഭാസത്തെയാണ് ടിൻഡൽ പ്രഭാവം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.